വിദ്യാർത്ഥികളെ 7ാം ക്ലാസ് ആനുവൽ ഇവാലുവേഷൻ വാർഷിക പരീക്ഷ 2024-25 സോഷ്യൽ സയൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1. ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണിച്ചിട്ടുണ്ട്. എക്സാമിൻ ദ ഹിന്റ്സ് ഗിവൺ ബിലോ ആൻഡ് ഐഡന്റിഫൈ ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രം ദ ഇമേജ്. ഫസ്റ്റ് വൺ, ഇതിൽ നിന്ന് താഴെ പറഞ്ഞിരിക്കുന്നതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞിരിക്കുന്നത് ഇൻഫർമേഷൻ അബൌട്ട് ഹ്യൂമൻ ലൈഫ് ഇൻ ദ പ്രീ ഹിസ്റ്റോറിക് ടൈംസ്. പ്രീ ഹിസ്റ്റോറിക് ടൈമില് മുൻകാല ചരിത്രത്തില് ഹ്യൂമൻ ലൈഫിനെ കുറിച്ച്, മനുഷ്യന്റെ ജീവിതത്തെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് ഇതിൽ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇടയ്ക്കൽ കേവ്. ഏതാണ് മക്കളെ? ഇടയ്ക്കൽ കേവ്. രണ്ടാമത്തെ, gives important information about maritime trade relation with various foreign countries over the centuries. മാരിടൈം ട്രേഡ് റിലേഷൻസിനെ കുറിച്ച് ഇൻഫർമേഷൻ നൽകുന്നത് അത് ഏതാണ്? ഇതിനകത്ത് ഏതാണ്? സീ ബ്രിഡ്ജ്. ഏതാണ്? നമ്മളുടെ വ്യാപാര ബന്ധത്തിൽ അല്ലെ, സീ ബ്രിഡ്ജ്, അതായത് കടൽ പാലം. മൂന്നാമത്, സി place where the famous scholastic gathering named രേവതി പട്ടത്താനം was held. ഏതാണ്? തളി ടെമ്പിൾ, തളിക്ഷേത്രം, തളി ടെമ്പിൾ. ഡി മേജർ വാർ സ്പോട്ട് ഓഫ് ദ സാമൂരിയൻ അഗൈൻസ്റ്റ് ദ പോർച്ചുഗീസ്. ഏതാണ്? അപ്പൊ പിന്നെ ലാസ്റ്റ് ഉള്ളത് ഏതാണ്? മിഷ്കൽ മോസ്ക് അല്ലെ, മിഷ്കൽ പള്ളി, മിഷ്കൽ പള്ളി. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സോഴ്സ് ഇസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ ലോക്കൽ ഹിസ്റ്ററി റൈറ്റിംഗ്. ഏതാണ് ഇതിനകത്ത് അല്ലാത്തത്? കോയിൻസ്. ഡി ആണ് ശരിയായ ഉത്തരം. ആക്ടിവിറ്റി 2. ഗാന്ധിജി റീച്ച് സൗത്ത് ആഫ്രിക്ക വെൻ apartheid existed there. Name the newspaper Gandhiji started in South Africa to oppose apartheid. എന്താണ്? ഗാന്ധിജി സ്റ്റാർട്ട് ചെയ്ത ന്യൂസ് പേപ്പർ അല്ലേ, ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇന്ത്യൻ ഒപ്പീനിയൻ. എ ആണ് ശരിയായ ഉത്തരം. ബി, സൗത്ത് ആഫ്രിക്ക ഈസ് നോൺ ആസ് ഗാന്ധിജീസ് പൊളിറ്റിക്കൽ ലബോറട്ടറി. വാട്ട് മെത്തേഡ്സ് ഓഫ് പ്രൊട്ടസ്റ്റ് ഡിഡ് ഗാന്ധിജി എക്സ്പെരിമെന്റ് ഇൻ സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കനെ ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ലബോറട്ടറി എന്നാണ് അറിയപ്പെടുന്നത്. വാട്ട് മെത്തേഡ് ടു പ്രൊട്ടസ്റ്റ് ദ ഗാന്ധിജി എക്സ്പെരിമെന്റ് ഇൻ സൗത്ത് ആഫ്രിക്ക. എന്തൊക്കെയായിരുന്നു? അദ്ദേഹം എന്തൊക്കെയാണ്? സത്യാഗ്രഹം അല്ലെ, സത്യാഗ്രഹം, പിന്നെ നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം, പിന്നെ എന്താണ്? ലോസ് ഒക്കെ ഡിസൊബേയിങ് ലോസ് അല്ലെ, ഡിസൊബേയിങ് ലോസ്, നിയമലംഘനം. എന്തൊക്കെയാണ്? സത്യാഗ്രഹം, പിന്നെന്താണ്? നോൺ കോപ്പറേഷൻ, നിസ്സഹകരണം, പിന്നെന്താണ്? ഡിസൊബേയിങ് ലോസ് അല്ലെ, നിയമ ലംഘനം തുടങ്ങിയവയാണ്. അപ്പൊ അതാണ് ബിയുടെ ഉത്തരം. ഇനി സി, ഹൗ ഡിഡ് ദ നേറ്റീവ്സ് ആക്ട് ആസ് അഫക്ട് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ആഫ്രിക്ക. എന്തൊക്കെയാണ്? ഹൗ ഡിഡ് ദ നേറ്റീവ്സ്, അതായത് അർബൻ ഏരിയസ് ആക്ട് ആസ് അഫക്ട് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ആഫ്രിക്കൻസ്. എങ്ങനെയായിരുന്നു? കറുത്ത വർഗക്കാർക്ക് എന്താണ്? അവരുടെ ടൗണിലേക്ക് അല്ലെ, നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്യുന്നു? നിയന്ത്രണം ഏർപ്പെടുത്തി. മനസ്സിലായോ? കറുത്ത വർഗക്കാർക്ക്, അതായത് ബ്ലാക്കിസിന് എന്താണ്? അവര് ആഫ്രിക്ക, ഹൗ ഡിഡ് നേറ്റീവ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. ആക്ട് അഫക്ട് ദ ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ഓഫ് ദ ആഫ്രിക്ക, അതായത് കറുത്ത വർഗക്കാർക്ക് നഗരങ്ങളിലേക്ക് പ്രവേശിക്കാൻ എന്ത് ചെയ്തു? അവര് നിയന്ത്രണം ഏർപ്പെടുത്തി. അപ്പൊ അതാണ് അവിടെ എഴുതേണ്ടത്. മൂന്നാമത്തെ ആക്ടിവിറ്റി, ദ ഗ്രാഫ് ബിലോ ഷോസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സെൻട്രൽ ഗവൺമെന്റ് ഫോർ 5 years ഫ്രം 2018 to 2019 to 2022-23. ഈ ഗ്രാഫ് നോക്കിയിട്ട് താഴെ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ 2022-23 കമ്പയർഡ് ടു 2018-19? എത്രയാണ് ചെലവ്? അവരുടെ എക്സ്പെൻഡിച്ചർ, വാട്ട് ഈസ് ദ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻ 2022-23 കമ്പയർഡ് ടു 2018-19? 2018-19 അപേക്ഷിച്ച് 2022-23 പബ്ലിക് എക്സ്പെൻഡിച്ചർ എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചെലവ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? 41.88 എന്താണ്? ലക്ഷം കോടി അല്ലെ, ഇൻ ലാക്ക് ക്രോർ എന്നാ പറയുന്നത്. അപ്പൊ ലാക്ക് ക്രോർ 41.88. B question, when comparing the expenditure, in which period did expenditure increase the most? കൂടുതലായിട്ട് ഏതാണ്? 2019 to 2020 മുതൽ
2019-20 മുതൽ എത്രയാണ് 2020-21 അങ്ങനെയാണ് അതിന്റെ ഉത്തരം എഴുതേണ്ടത് വരെയുള്ള കാലയളവിൽ. സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കണേ, വാട്ട് ഇസ് ചേഞ്ച് ഇൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ 2018-19, 2022-23, അനലൈസ് ദ റൈറ്റ് യുവർ കൺക്ലൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് എന്തായിരിക്കും, ഒന്ന് നമ്മുടെ സർക്കാരിന്റെ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ അല്ലെ, പൊതു ചെലവുകൾ എന്ത് ചെയ്യുന്നു, വർദ്ധിക്കുന്നു. പിന്നെ നമ്മുടെ സോഷ്യൽ വെൽത്തിന് അല്ലെ, സാമൂഹ്യക്ഷേമത്തിന്, വികസന പ്രവർത്തനങ്ങൾക്ക്, പിന്നെ രാജ്യത്തിന്റെ സേഫ്റ്റിക്ക് അല്ലെ, നമ്മുടെ സ്റ്റേറ്റിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, സേഫ്റ്റിക്ക് വേണ്ടിയിട്ട്, പിന്നെ വികസനേതര പ്രവർത്തനങ്ങൾ, ജനസംഖ്യാ വർധനവ് തുടങ്ങിയവയൊക്കെ എന്താണ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇത് ചെയ്തപ്പോൾ ഉണ്ടായത് ഇതാണ് അല്ലെ. അപ്പൊ അതൊക്കെയാണ് എഴുതേണ്ടത് സിയിൽ. ഇനി ആക്ടിവിറ്റി 4 colonization and apartheid had significant impact on the people of South Africa. Justify your response to the statement with the example. എന്താ പറഞ്ഞിരിക്കുന്നത്, ദക്ഷിണാഫ്രിക്കനിലെ കോളനിവൽക്കരണത്തെ തുടർന്ന് എന്താണ് വംശീയ വേർതിരിവ്, വർണ്ണ വിഭജനം, പിന്നെ അവരുടെ ജനവിഭാഗങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ ജീവിതത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തിയില്ലേ, ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അപ്പൊ അത് ജസ്റ്റിഫൈ യുവർ ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് സൗത്ത് ആഫ്രിക്കയിൽ എന്ത് ചെയ്തു, ബ്ലാക്സിനെ എന്ത് ചെയ്തു, വർണ്ണ വിവേചനം അല്ലെ, കളറിന്റെ പേരിൽ വിവേചനവും, പിന്നെ എന്താണ് കോളനൈസേഷനും അവരെ പ്രതികൂലമായിട്ട് ബാധിച്ചു. പിന്നെ അവർക്ക് എന്താണ്, അവർക്ക് ട്രാവൽ ഫ്രീഡം, സഞ്ചാര സ്വാതന്ത്ര്യം, അതുപോലെ എഡ്യൂക്കേഷനുള്ള റൈറ്റ്, വിദ്യാഭ്യാസത്തിനുള്ള അവകാശവും അവര് നിഷേധിച്ചു. അപ്പൊ എയുടെ ആൻസർ ആയിട്ട് അതൊക്കെ എഴുതാം. പിന്നെ എന്താണ്, അവർക്ക് പാർപ്പിടം, വ്യവസായം അല്ലെ, അവർക്ക് താമസിക്കാനുള്ളത്, പിന്നെ വ്യവസായം തുടങ്ങിയ മേഖലകളിലൊക്കെ അവർക്ക് എന്താണ് നല്ല നിയന്ത്രണങ്ങള്, ഒഴിവാക്കലുകളൊക്കെ നടത്തി. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് കറുത്ത വർഗ്ഗക്കാരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയില്ലേ, ബ്ലാക്കീസിന് വോട്ടവകാശം നിഷേധിച്ചു. ദ ലോ ദാറ്റ് റിമൂവ്ഡ് ബ്ലാക്സ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ്, അവരെ അതിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള നിയമം വരെ വന്നു. ഇത് താഴെ കൊടുത്തന്നെ ബിയിലെ ഒരു ഇത് അതിനകത്തായിട്ട് എഴുതാം. ബിയിലെ ക്വസ്റ്റ്യന്റെ ഒരിത് എന്താണ്, റിമൂവ്ഡ് ബ്ലാക്സ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റ് എന്നുള്ളത് അതിനകത്ത് എയുടെ ഒരു പോയിന്റ് ആയിട്ട് അതിനകത്ത് എഴുതാവുന്നതാണ്. ഇനി ബിയിൽ ചോദിച്ചിരിക്കുന്ന എ ലോ ദാറ്റ് റിമൂവ്ഡ് ബ്ലാക്സ് ഫ്രം ദ ജനറൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് എന്താണ് ബ്ലാക്സിനെ, കറുത്ത വർഗ്ഗക്കാരെ ഒഴിവാക്കി എന്ന് പറഞ്ഞിട്ട് വന്ന നിയമം ഏതാണ്, സെപ്പറേറ്റ് റെപ്രസെന്റേഷൻ ഓഫ് വോട്ടേഴ്സ് ആക്ട് അല്ലെ, ഏതാണ് വോട്ടർമാരുടെ പ്രത്യേക പ്രാതിനിധ്യ നിയമം. ആക്ടിവിറ്റി 6, the world around us should be equally accessible to everyone. First a question, there is a student in your school who is facing physical mental challenges. If you what support and help will you provide for the child? നിങ്ങളുടെ സ്കൂളിൽ എന്തെങ്കിലും ഫിസിക്കൽ മെന്റൽ ചലഞ്ച് നേരിടുന്ന കുട്ടികളുണ്ടെങ്കിൽ, ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്ന ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ കൊടുക്കുന്ന സപ്പോർട്ട്, അവരെങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ആൻഡ് ഹെൽപ്പ് വിൽ യു പ്രൊവൈഡ് ഫോർ ദ ചിൽഡ്രൻ, എന്തൊക്കെയായിരിക്കും ചെയ്യുന്നുണ്ടാവുക, നിങ്ങൾ എന്താണ് അവർക്ക് എന്താണ് നിങ്ങളുടെ പിന്തുണ കൊടുക്കണം അല്ലെ. പിന്നെ നിങ്ങളുടെ ഗ്രൂപ്പായിട്ടുള്ള പിന്തുണ കൊടുക്കണം, പിന്നെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇത് കൊടുക്കണം, പിന്നെ അവർക്ക് അവർക്ക് തന്നെ ചെയ്യണമെങ്കിൽ അവരുടെ കൂടെ സഞ്ചരിക്കണം, പിന്നെ പഠിക്കാൻ അവർക്ക് ഹെൽപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം അല്ലെ. അവർക്ക് യാത്ര എന്തെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതി, മെത്തേഡ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻഷുർ ദ ഫോളോയിങ്. എന്താ ചോദിച്ചിരിക്കുന്നത്, നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് താഴെ പറഞ്ഞു, എൻഷുറിങ് ഇക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺ, അതിനു വേണ്ടി കൊടുത്തിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? അതായത് ഇന്ത്യൻ ഭരണഘടനയില് ഇൻഷുർ ഇക്വാലിറ്റി ഫോർ ഓൾ സിറ്റിസൺ, എല്ലാ ജനങ്ങൾക്കും ഒരേപോലെയുള്ള തുല്യത, അതിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 14, അനുച്ഛേദം 14, ആർട്ടിക്കിൾ 14 എന്നാണ് എഴുതേണ്ടത്, ആർട്ടിക്കിൾ 14. ഇനി രണ്ടാമത്തത് ചോദിച്ചിരിക്കുന്നത്, എൻഷുറിങ് ദാറ്റ് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ്, സെക്സ് ആൻഡ് പ്ലേസ് ഓഫ് ബർത്ത്. എന്താണ് റിലീജിയൻ, ജാതി, മത, എന്താണ് വർഗ അല്ലെങ്കിൽ ജനിച്ച സ്ഥലത്തിന്റെ പേരിൽ എന്താണ് ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് അതിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 15.
അനുച്ഛേദം 15. ആർട്ടിക്കിൾ 15 അനുച്ഛേദം 15. ആക്ടിവിറ്റി 6 കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ഇൻക്ലൂഡിംഗ് ദ ഫീച്ചേഴ്സ് ഓഫ് ദ ബഡ്ജറ്റ്. ബഡ്ജറ്റിന്റെ ഫീച്ചേഴ്സ് ഉൾപ്പെടുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം പറഞ്ഞിട്ട് ഫിനാൻഷ്യൽ ഡോക്യുമെന്റ് ഓഫ് ദ എക്സ്പെക്ടഡ് ഇൻകംസ് ആർ എക്സ്പെൻഡിച്ചർ ബൈ ദ ഗവൺമെന്റ് ഫോർ എ സ്പെസിഫിക് ഫിനാൻഷ്യൽ ഇയർ. പിന്നെ എന്താണ്, നമുക്ക് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള എന്താണ് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ്, സാമ്പത്തിക വർഷത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ബജറ്റ്. അപ്പൊ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള ബജറ്റാണ് എന്ത് ചെയ്യുന്നത് തയ്യാറാക്കുന്നത്. പിന്നെ എന്താണ്, രാജ്യത്തിന്റെ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ, നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ എന്താണ് നമ്മുടെ സ്റ്റേറ്റിന്റെ അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് എന്തെന്ന് പറയുന്നത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ കൺട്രിയുടെയോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിന്റെയോ എന്താണ് സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് എന്ത് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പിന്നെ ആരാണ്, ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നത് അല്ലെ. ധനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഫിനാൻഷ്യൽ മിനിസ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്, ധനമന്ത്രിയാണ് എന്ത് ചെയ്യുന്നത് ബജറ്റ് അവതരിപ്പിക്കുന്നത്. അപ്പൊ ഫീച്ചേഴ്സ് ഓഫ് ബജറ്റ് എഴുതാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി ബജറ്റ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3 കാറ്റഗറീസ് ഓൺ ദ ബേസിസ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. ഇവിടെ കുറച്ച് നേച്ചർ ഓഫ് ബഡ്ജറ്റ് തന്നിട്ടുണ്ട്, ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ, അത് ബാലൻസ്ഡ് ബഡ്ജറ്റ് ആണ്. മോർ ഇൻകം ലെസ് എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത് ഏതാണ് മിച്ച ബജറ്റ് അല്ലെ, സർപ്ലസ് ബജറ്റ് ആണ്, മിച്ച ബജറ്റ് ആണ്, സർപ്ലസ് ബജറ്റ് ആണ്. ലെസ് ഇൻകം ആൻഡ് മോർ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത് ഏതാണ്, കമ്മി ബജറ്റിലെ ഡെഫിസിറ്റ് ബജറ്റ് അല്ലെങ്കിൽ ലോ ബജറ്റ്, അതായത് കമ്മി ബജറ്റ് ആണ്. ആക്ടിവിറ്റി 7 നെയിം ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാപ്സ് ക്യാൻ ബി സീൻ ഇൻ സോഷ്യൽ സയൻസ് ലാബ് ആൻഡ് അറ്റ്ലസ്റ്റ്. നമുക്ക് മാപ്പുകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട് അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നെയിം ദ കൾച്ചറൽ മാപ്സ് ദാറ്റ് ഡെപിക്ട്സ് ദ ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ പറഞ്ഞ കൾച്ചറൽ മാപ്പുകൾ ഏതൊക്കെയാണെന്ന് എഴുതാനാണ് പറയുന്നത്. പാഡി ഫീൽഡിന് ഇത് ചെയ്യുന്നത് ഏതാണ്, അഗ്രികൾച്ചറൽ മാപ്പാണ്. നാഷണൽ ഹൈവേസിന് ഏതാണ്, ട്രാൻസ്പോർട്ടേഷൻ മാപ്പ്. അതായത് പാഡി ഫീൽഡ്സിന് എന്താണ് കാർഷിക ഭൂപടം, നാഷണൽ ഹൈവേസിന് എന്താണ് ട്രാൻസ്പോർട്ടേഷണൽ മാപ്പ്, അതായത് ഗതാഗത ഭൂപടം. വാട്ട് ആർ ദ മാപ്സ് ദാറ്റ് ഫോക്കസ് ഓൺ ദ സ്പെസിഫിക് ടോപ്പിക് ഓർ തീം. ഒരു പ്രത്യേക ടോപ്പിക്കിനെയോ തീമിനെയോ ഒരു വിഷയത്തെ കുറിച്ചോ ഫോക്കസ് ചെയ്ത് മാപ്പ് നിർമ്മിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് തീമാറ്റിക് മാപ്പ്, അതായത് വിഷയാധിഷ്ഠിത ഭൂപടങ്ങൾ എന്ന് പറയുന്നത്. സി ക്വസ്റ്റ്യൻ ചോദിച്ചേ, വൈ ആർ സ്പെഷ്യൽ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഇലസ്ട്രേറ്റഡ് സ്പെസിഫിക്കലി ഓൺ ദ മാപ്പ്. എന്തൊക്കെ ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആണ് മാപ്പിൽ വരിക എന്നാണ് ചോദിച്ചത്. അതായത് ഒരേ മാപ്പിൽ തന്നെ 2 തരം വിവരങ്ങൾ നമുക്ക് എന്താണ് ചിത്രീകരിച്ച വിവരങ്ങൾ കൂടിക്കലർന്ന് നമുക്ക് കുറെ ആശയക്കുഴപ്പങ്ങൾ എന്ത് ചെയ്യും സൃഷ്ടിക്കും. അപ്പൊ അതുപോലെ പിന്നെ നമ്മുടെ വിവരശേഖരണങ്ങളും നമുക്ക് എന്ത് ചെയ്യും അതുപോലെ സങ്കീർണമാവുകയും ചെയ്യും. അപ്പൊ എന്തൊക്കെ വൈ ആർ സ്പെഷ്യൽ ജിയോഗ്രഫിക്കൽ ഫീച്ചർ ഇലസ്ട്രേറ്റഡ് സ്പെസിഫിക്കലി ഓൺ ദ മാപ്പ്, സ്പെസിഫിക് ആയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അല്ലെ. ഒന്നിൽ കൂടുതൽ വിഷയങ്ങൾ എന്താണ് ഒന്നിച്ച് ചിത്രീകരിച്ച എല്ലാ വിവരങ്ങളും കൂടി ചേർന്നിട്ട് നമുക്ക് എന്താവും അത് ആകെ ഡൗട്ട്ഫുൾ ആയിട്ട് മാറും അല്ലെ. ഒരുപാട് കുഴപ്പങ്ങൾ സൃഷ്ടിക്കും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ ഒരു മാപ്പിൽ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അല്ലെ. അപ്പോൾ അതുപോലെ അതിന്റെ വിവരശേഖരണവും നമുക്ക് എന്താണ് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8, the atmosphere is classified into 5 different layers based on the temperature difference. ടെമ്പറേച്ചർ ഡിഫറൻസിന്റെ ബേസിൽ നമ്മളെ എന്താണ് അറ്റ്മോസ്ഫിയറിനെ പല ലെയേഴ്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മീസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ എന്ന് തിരിച്ചിട്ടുണ്ട്. ഇനി താഴെ കുറച്ച് ഫീച്ചേഴ്സ് നൽകിയിട്ടുണ്ട്. അത് ഏത് അറ്റ്മോസ്ഫിയറിക് ലെയറിലാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്ന ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് റേഡിയോ വേവ്സ് ഈസ് പോസിബിൾ. എന്താണ് റേഡിയോ തരംഗങ്ങളുടെ ദീർഘദൂര പ്രേക്ഷണം സാധ്യമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേതാണ് എക്സോസ്ഫിയർ. അഞ്ചാമത്തത് എക്സോസ്ഫിയർ എഴുതേണ്ടത് എ ആണ്. ഇനി നെക്സ്റ്റ് ഏതാണ് പറഞ്ഞിരിക്കുന്നത്, ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ ദാറ്റ് ലൈസ് അപ്രോക്സിമേറ്റ്ലി 80 to 400 കിലോമീറ്റർ എബവ് ദ സർഫസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഏകദേശം 80 മുതൽ 400 കിലോമീറ്റർ മുകളിൽ വരെ എന്താണ് സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത്. ഏതാണ് അത് പറഞ്ഞിരിക്കുന്നത്, തെർമോസ്ഫിയർ. അപ്പൊ തെർമോസ്ഫിയറിന്റെ ഏതാണ് ബി ആണ്.
ഇനി സി എന്താണെന്ന് നമുക്ക് സി ദ അറ്റ്മോസ്ഫിയറിക് ലെയർ ഇൻ വിച്ച് ഓസോൺ ലെയർ ഇസ് പ്രസന്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഓസോൺ പാളിയുള്ള അന്തരീക്ഷ പാളി ഏതാണെന്നാ ചോദിച്ചത്. ഓസോൺ പാളിയുള്ള അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. അപ്പൊ സി ഇവിടെയാണ് എഴുതേണ്ടത്. സി ഇവിടെയാണ് എഴുതേണ്ടത്. സ്ട്രാറ്റോസ്ഫിയറിലാണ്. നെക്സ്റ്റ്, ടെമ്പറേച്ചർ ഓഫ് ദ അറ്റ്മോസ്ഫിയർ ഡിക്രീസ് അറ്റ് ദ റേറ്റ് ഓഫ് 1 degree Celsius ഫോർ എവറി 165 meters ഫ്രം ദ സർഫസ് ഓഫ് ദി എർത്ത്. എന്താണ് പറഞ്ഞത്? ഭൗമോപരിതലത്തിൽ നിന്ന് ഓരോ 165 മീറ്റർ ഉയരത്തിൽ എന്താണ് ഓരോ 165 മീറ്റർ ഉയരത്തില് ഒരു റേറ്റ് ഓഫ് 1 degree എന്നാ പറയുന്നത് അല്ലേ? എന്ന തോതിൽ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ താപനില കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതേതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. അപ്പൊ ഡി ആണ് എന്ത് ചെയ്തത്? ട്രോപ്പോസ്ഫിയറിൽ എഴുതേണ്ടത്. പിന്നെ എന്താ ഉള്ളത്? നെക്സ്റ്റ് മീറ്റേഴ്സ് ബേൺ ഡൗൺ, അതല്ലല്ലോ, എക്സോസ്ഫിയറിൽ എഴുതേണ്ടത്, സോറി കേട്ടോ, എക്സോസ്ഫിയറിൽ നമ്പർ ഇട്ടത് മാറിപ്പോയി. എക്സോസ്ഫിയറിൽ ഇടേണ്ടത് ഇതാണ്, അല്ല എ തന്നെയാണ് കേട്ടോ, എ തന്നെയാണ്. എ ബി, ഇത് ബി ആണ് എഴുതേണ്ടത്. സ്ട്രാറ്റോസ്ഫിയറിൽ സി ആണ്, ട്രോപ്പോസ്ഫിയറിൽ ഡി ആണ്. ഇനി മീസോസ്ഫിയറിലാണ് എന്തുള്ളത്? മീറ്റേഴ്സ് ബേൺ ഡൗൺ ഇൻ ദിസ് ലെയർ അല്ലേ? ഈ എഴുതേണ്ടത് ഇതിലാണ്, അതായത് ഉൽക്കകള് കത്തി ചാമ്പലാകുന്നത് ഈ പാളിയിൽ വെച്ചാണ്. അതേതാണ്? മീസോസ്ഫിയറിൽ. അപ്പൊ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. അതായത് എക്സോസ്ഫിയറിൽ ഏതാണ്? എ എഴുതുക. എക്സോസ്ഫിയറിൽ എ, തെർമോസ്ഫിയറിൽ ബി, മീസോസ്ഫിയറിൽ ഇ, സ്ട്രാറ്റോസ്ഫിയറിൽ സി, ട്രോപ്പോസ്ഫിയറിൽ ഡി. ഇത്രയാണ് എഴുതാനുള്ളത്. ഇതൊക്കെയാണ് നിങ്ങളുടെ ആൻസർ കീ. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന മക്കളുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.